ഇങ്ങനെ കഴിക്കാത്തോണ്ടാ കൂരച്ചു വരുന്നത്. നിന്നെ കണ്ട കഞ്ഞി വെക്കുന്ന കുടുംബത്തിലാന്ന് പറയുവോ? കഴിക്കട്ടെ അങ്ങോട്ട്. നാ ഈ മുട്ടയും കൂടെ അങ്ങോട്ട് കഴിച്ചേ. ഇവിടെ കഴിക്കാൻ. നിനക്കിത് എന്നാ പറ്റിയേ? With energy consumption being the buzzword in developing economies around the world, fears of an energy crisis looming ahead are not totally unfounded. Gerard? Silence! The non-renewable nature of fossil fuels makes complete dependence on these for future energy use a very dicey affair. Renewable energy sources are the best bet in this scenario. കഴിക്കുന്നില്ല, ക്ലാസ്സിൽ പോകാൻ സമ്മതിക്കുന്നുമില്ല. ഞാൻ എന്താ ചെയ്യാ? എന്താ ജനി ഇങ്ങനെ? ജെറാഡിനൊരു മോശം ബുദ്ധി തോന്നി, അതല്ലേ? ഞാൻ കാരണവൻ. ഞാനൊന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. ഇല്ല, ജെറാഡ് എന്നെ ഉപദ്രവിച്ചതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ആ കുട്ടിയുടെ ഫാദർ വന്നിട്ടുണ്ട്. മോള് സങ്കടപ്പെടണ്ട കേട്ടോ. നാളെ മുതൽ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ വരണം കേട്ടോ. മോളെന്തിനാ സങ്കടപ്പെടുന്നത്? ഓക്കെ, അങ്കിളിന്റെ മോനല്ലേ, എന്നിട്ടും അങ്കിള് സങ്കടപ്പെടുന്നില്ലല്ലോ. എൻ്റെ മോനൊരു തെറ്റുപറ്റി. പക്ഷേ എന്തിനാ ജീവിതം അവസാനിപ്പിച്ചെന്ന് മനസ്സിലാവുന്നില്ല. വിഷമിച്ചിട്ടുണ്ടാവും, നാണക്കേടായിട്ടുണ്ടാവും. എല്ലായിടത്തും ജയിച്ചേ ശീലമുള്ളൂ. അതാ എൻ്റെ മോൻ കരഞ്ഞിട്ടുണ്ടാവുമോ? മരിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും അല്ലേ മോളെ? മോളുടെ കുറ്റമല്ലല്ലോ. നോക്കി, മോളുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. പിന്നെന്തിനാ മോള് സങ്കടപ്പെടുന്നത്? നോക്ക്, നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയിട്ട് മോൾ അങ്കിളിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം. പെട്ടെന്ന് വേണ്ട, സാവധാനം മതി. മോള് സ്കൂളിലൊക്കെ പോയി ഒന്ന് ഉഷാറായിട്ട് അങ്കിള് പറയുന്നത് പോലെ ചെയ്യണം. ജെറാഡ് ചാടിയില്ലേ, ആ ടെറസിൽ മോള് പോണം. എന്നിട്ട് അവൻ ചാടിയതുപോലെ മോളും അവിടെ നിന്ന് ചാടണം.
അങ്കിള് പറഞ്ഞതുപോലെ ചെയ്യില്ലേ? അങ്കിളിനത് വേണം, എന്നാലൊരു സമാധാനമാവും. വേറെ ആരും അറിയണ്ട, മമ്മിയും സ്റ്റെപ്പ് ഫാദറും ആരും. മോൾ ആരോടെങ്കിലും പറഞ്ഞാൽ അങ്കിൾ അവരെ ഒക്കെ കൊല്ലും. അങ്കിളിന് വേണ്ടി മോളിത് ചെയ്യില്ലേ? അങ്കിളിന് വേണ്ടിയല്ല, ജെറാഡിന് വേണ്ടി. Water scarcity and the need for water conservation and management. Given the abundance and renewability of water, it is difficult to imagine that we may suffer from water scarcity. The moment we speak of water shortages, we immediately associate it with regions having low rainfall or those that are drought prone. We instantly visualize the deserts of Rajasthan and women balancing mud cars. കൊച്ചിന്റെ പിന്നാലെ നടന്ന് പീഡിപ്പിക്കുക, രാത്രി വീടിന് പുറത്ത് വന്നിക്കുക, പോകുന്നിടത്തൊക്കെ പുറകെ വരിക, എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോയില്ലെന്ന് അവള് പറയുന്നത്. നന്നായി പേടിച്ചിട്ടുണ്ട്. എന്റെ കൊച്ചിനെ എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അതിന് മാത്രം അവളെ എന്താ ചെയ്തേ? എനിക്ക് ജെന്നിഫറിനോട് സംസാരിക്കണം. മോളോട് അയാൾ എന്താ പറയുന്നത്? ജെറാഡ് ചെയ്ത പോലെ ഞാനും സ്കൂളിന്റെ ടെറസിൽ നിന്ന് ചാടണമെന്ന്. എനിക്ക് പേടിയാ അയാളെ. എന്തിനാ ജെന്നിഫർ ഇങ്ങനെ പേടിക്കുന്നത്? ചാടിയിലേല് മമ്മിയും ചാച്ചനെയും കൊല്ലുമെന്ന് പറഞ്ഞു. അതെ, അയാളൊരു ഭ്രാന്തനാ. ജെറാഡ് സ്വർഗത്തിൽ മോളെ കാത്തിരിക്കുന്ന അയാൾ പറയുന്നത്. അതുകൊണ്ട് ആ അങ്കിള് പറയുന്ന പോലെ മോളങ്ങ് ചെയ്തേരെ. നിനക്കിത് എന്താ പറ്റിയത്? ഒന്നുമില്ല. അതാ കൊച്ചിന്റെ വിധി. അത് നീ വിഷമിച്ചിരിക്കണെന്തിനാ? അതൊന്നുമല്ല. പിന്നെ പറഞ്ഞിട്ട് എന്തിനാ? മൈക്കിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റോ? എന്നെ തെറ്റാ, ഞാൻ കാരണ. നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്ത് ചെയ്തു? ജെനി, പോവാം, ക്ലാസ് തുടങ്ങാറായി.
താനിവിടെ വന്നിട്ട് എത്ര നാളായി ഈ ക്രൈംബ്രാഞ്ചിൽ? 2 മാസമായി സാർ. ഐ സ്റ്റിൽ നോട്ട് ഹാവ് അണ്ടർസ്റ്റുഡ് യു സോ ഫാർ. റെക്കോർഡ്സിലൊക്കെ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഞാൻ ടീമിൽ ആവശ്യപ്പെട്ടത്. ആ ഒരു ബഹുമാനം സാറിനോട് എപ്പോഴും ഉണ്ടാവും. ഉവ്വ്. ഹലോ എലിയെ പിടിച്ചോ? സർ, ഞാനിപ്പോ വരാം. വൈഫ്. അയാൾ പറയണതെല്ലാം വിശ്വസിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ കൊടുങ്ങാണ്ട് നോക്കോ. മുഴുവൻ കേക്ക്. തടി കേടാവാതെ നോക്കണം. പണി പോകാതെ നോക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളി. ബാക്കി കഥ ഞാൻ പറയാം.